1980കളുടെ മധ്യകാലഘട്ടം. തൃശൂരിലെ കാട്ടൂരിലേക്ക് കുടുംബം താമസം മാറിയെങ്കിലും കാഞ്ഞാണിയിലെ കോളേജ് പഠനം പൂർത്തിയാക്കാൻ വേണ്ടി സണ്ണി അവിടെയൊരു ചെറിയ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. കറണ്ടില്ലാത്ത മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടമുള്ള ആ കാലം. പക്ഷേ സണ്ണിക്കും കൂട്ടുകാർക്കും അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. തൃശൂർ ടൗണിൽ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസം അവർക്കുത്സവമാണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് പാതിരാത്രിയിൽ കാഞ്ഞാണിയിലേക്കുള്ള ആ നടത്തമുണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. വഴിയിലുടനീളം മറ്റുള്ളവരെ പറ്റിക്കലായിരുന്നു അവരുടെ പ്രധാന വിനോദം. ഉടുത്തിരിക്കുന്ന മുണ്ടഴിച്ച് തലയിലിട്ട് പ്രേതത്തെപ്പോലെ നടന്നുപോകുന്നവരെ പേടിപ്പിക്കുക. അയൽപ്പക്കത്തെ 2 വീടുകളിലെ ഇരുമ്പ് ഗേറ്റുകൾ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റിയിടുക. അല്ലെങ്കിൽ ഉമ്മറത്തെ പൂച്ചട്ടികളും കസേരകളും പരസ്പരം മാറ്റിവെക്കുക. നേരം വെളുക്കുമ്പോൾ ഇതുകണ്ട് വീട്ടുകാർ തമ്മിൽ വഴക്കിടുന്നതാലോചിച്ച് അവർ വഴിയിലിരുന്ന് ചിരിക്കും. ഇന്നാലോചിക്കുമ്പോൾ സണ്ണിക്ക് അതിലൊക്കെ ചെറിയൊരു കുറ്റബോധം തോന്നാറുണ്ടെങ്കിലും അന്ന് ആ 20കളിലെ ചോരത്തിളപ്പിൽ അതൊക്കെ വെറും തമാശകൾ മാത്രമായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ തമാശകൾ സണ്ണിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അന്നും പതിവ് പോലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് അവർ നടക്കുകയാണ്. വഴിയിലൊരിടത്ത് റോഡ് ടാറിങ് നടക്കുന്നുണ്ടായിരുന്നു. റോഡിന്റെ വശങ്ങളിലായി വലിയ ടാറിന്റെ ബാരലുകൾ നിരത്തിവെച്ചിട്ടുണ്ട്. 4-5 പേർ ഒരുമിച്ച് ശക്തിയായി തള്ളിയാൽ മാത്രം അനങ്ങുന്ന ഭാരമേറിയ ബാരലുകൾ. സണ്ണിയുടെ ഒരു കൂട്ടുകാരൻ കുസൃതിയോടെ പറഞ്ഞു, എടാ, ഈ ബാരലുകളൊക്കെ എടുത്ത് നമുക്ക് റോഡിന്റെ നടുക്കേക്ക് വെച്ചാലോ? രാത്രി ഏതെങ്കിലും വണ്ടി വന്നാൽ കുടുങ്ങും. അത് കൊള്ളാം. വണ്ടിയിലുള്ളവൻ ഇറങ്ങി ഇത് മാറ്റിവെക്കാൻ പാടുപെടുന്നത് നമുക്കിവിടെ അടുത്ത് ഒളിച്ചിരുന്ന് കാണാം. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആഞ്ഞു ശ്രമിച്ച് ആ കനത്ത ബാരലുകൾ ഉരുട്ടി റോഡിന് നടുവിലേക്ക് വെച്ചു. എന്നിട്ട് റോഡിൽ നിന്നും 10 മീറ്റർ മാത്രം മാറിയുള്ള തെങ്ങിൻതോപ്പിൽ ഇരുട്ടിൽ അവർ ഒളിച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നും ഒരു വെളിച്ചം കണ്ടു. ഒരു പോലീസ് ജീപ്പായിരുന്നു അത്. രാത്രികാല പെട്രോളിങ്ങിന് ഇറങ്ങിയതാണ്. റോഡിന് നടുവിലെ ബാരലുകൾ കണ്ട് ജീപ്പ് പെട്ടെന്ന് ബ്രേക്കിട്ടു. ജീപ്പിൽ നിന്നും 3 പോലീസുകാർ പുറത്തേക്കിറങ്ങി. ഏവന്മാരാടാ ഈ പാതിരാത്രിയിൽ ഈ വലിപ്പമുള്ള സാധനം വഴിയിൽ കൊണ്ടുവച്ചത്? കയ്യിൽ കിട്ടിയാൽ തുകലുരിയും ഞാൻ. പോലീസുകാർ ചീത്ത വിളിച്ചുകൊണ്ട് ആ ബാരലുകൾ മാറ്റാൻ തുടങ്ങി. കനത്ത ബാരലുകൾ മാറ്റാൻ 3 പോലീസുകാരും നന്നായി വിയർത്തു. ഏതാണ്ട് അരമണിക്കൂറോളം കഷ്ടപ്പെട്ടാണ് അവർ ജീപ്പിന് പോകാൻ മാത്രമുള്ള വഴിയുണ്ടാക്കിയത്. ആ കഠിനാധ്വാനത്തിനിടയിൽ ഒരു പോലീസുകാരന്റെ പാൻ സൈഡിൽ നിന്നും കീറിപ്പോയി. ഇരുട്ടിലിരുന്ന് ഇത് കണ്ട സണ്ണിയുടെ ഒരു കൂട്ടുകാരന് ചിരി അടയ്ക്കാനായില്ല. അവൻ ഉറക്കെ ചിരിച്ചുപോയി. ആരാടാ അവിടെ? ഡാ, ആ തെങ്ങിൻചുവട്ടിലേക്ക് ടോർച്ചടിക്ക്. സണ്ണി ഉറക്കെ പറഞ്ഞു. ഓടിക്കോടാ, പോലീസ് പിടിക്കും. പിന്നെ അവിടെ ഒരു ഓട്ടമായിരുന്നു. ടോർച്ച് വെളിച്ചം പിന്നാലെ വരുന്നത് കണ്ട് സണ്ണിയും കൂട്ടുകാരും 4 പാടും ചിതറിയോടി. സണ്ണി ഓടിയത് വിശാലമായ പാടത്തേക്കായിരുന്നു. പോലീസ് തൊട്ടുപിന്നാലെയുണ്ടെന്ന ഭയത്തിൽ ജീവനും കൊണ്ട് സണ്ണി മുന്നോട്ട് മാത്രം നോക്കി ഓട്ടി. പക്ഷേ പെട്ടെന്ന് സണ്ണിയുടെ കാല് തെറ്റി. ഇരുട്ടിലൊട്ടും പ്രതീക്ഷിക്കാതെ സണ്ണി വീണത് ഒരു പഴയ വലിയ കുളത്തിലേക്കായിരുന്നു. ഓടിയതിന്റെ തളർച്ച കാരണം സണ്ണിയുടെ ശരീരത്തിലെ മുഴുവൻ ഊർജവും ചോർന്നുപോയിരുന്നു. കുളത്തിന്റെ വശങ്ങളിലെ കാടുകളിൽ തട്ടി ശരീരമാകെ മുറിഞ്ഞ് ചോര ഒലിക്കാൻ തുടങ്ങി. കുളത്തിൽ നിന്നും കരയിലേക്ക് കയറാൻ സണ്ണി പരമാവധി ശ്രമിച്ചെങ്കിലും കൈകൾ വഴുതിപ്പോയി. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടി സണ്ണി ഉറക്കെ വിളിച്ചു, ആരെങ്കിലുമുണ്ടോ? ഓട്ടി വരണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ചുറ്റും ഘനഘോരമായ ഇരുട്ട് മാത്രം. പ്രതീക്ഷകൾ അവസാനിച്ച നിമിഷം പെട്ടെന്ന് കുളത്തിന്റെ മുകളിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരാ അത്? എന്താ പറ്റിയത്? ഞാൻ ഇവിടെ വീണുപോയി. കയറാൻ പറ്റുന്നില്ല. ഒന്ന് സഹായിക്കണേ. ആ അപരിചിതൻ തന്റെ കൈ സണ്ണിക്ക് നേരെ നീട്ടി. സണ്ണി അയാളുടെ കൈകളിൽ പിടിച്ച് കഷ്ടപ്പെട്ട് കരയിലേക്ക് കയറി. മണ്ണെണ്ണ വിളക്കിന്റെ നേരിയ വെട്ടത്തിൽ സണ്ണിക്ക് അയാളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം സണ്ണി ശ്രദ്ധിച്ചു. അയാളുടെ വലതുകൈയിൽ ഒട്ടനവധി വരമ്പുകൾ പോലെയുള്ള മുറിപ്പാടുകളുണ്ടായിരുന്നു. ബ്ലേഡ് കൊണ്ട് കൈത്തണ്ട പലതവണ കീറിയതുപോലെയുള്ള അടയാളങ്ങൾ. ഈ പാതിരാത്രിയിൽ താൻ എങ്ങനെയാ ഈ കാട്ടുപ്രദേശത്ത് വന്നത്? അത് വഴിതെറ്റിയതാ. കൂട്ടുകാരുടെ കൂടെ വരുമ്പോൾ ഒരു തെരുവ് നായ ഓടിച്ചു. ഓടിയ ഓട്ടത്തിൽ ഇവിടെ വന്നു വീണതാ. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ഭയങ്കര ദാഹം. സണ്ണി കിതച്ചുകൊണ്ട് ചോദിച്ചു. എന്റെ വീട് ദാ ഇവിടെ അടുത്താണ്. വാ. അയാൾ സണ്ണിയെ കൂട്ടി തൊട്ടടുത്തുള്ളൊരു പഴയ വീട്ടിലേക്ക് നടന്നു. ആ വീട്ടിൽ നിന്നും പ്രായമായ ഒരു അമ്മയും ഒരു യുവതിയും പുറത്തേക്ക് വന്ന സണ്ണിയെ നോക്കി. അവർ സണ്ണിയോട് സ്നേഹത്തോടെ സംസാരിച്ചു. ആ അപരിചിതൻ സണ്ണിയുടെ കൈയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞതും സണ്ണിയുടെ കണ്ണുകൾ മയങ്ങിപ്പോയി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് സണ്ണിക്ക് ഓർമ്മയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ സണ്ണി കണ്ണ് തുറക്കുമ്പോൾ അവൻ സ്വന്തം മുറിയിലെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ശരീരമാകെ കടുത്ത വേദനയുണ്ടായിരുന്നു. രാത്രിയിലെ വീഴ്ചയുടെ പരുക്കുകൾ ശരീരത്തിലുണ്ട്. പെട്ടെന്ന് സണ്ണിക്ക് കൂട്ടുകാരെ ഓർമ്മ വന്നു. ആരെങ്കിലും പോലീസിന്റെ കയ്യിൽ പെട്ടോ എന്നറിയാൻ അവൻ വേഗം കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഓട്ടി. ഭാഗ്യത്തിന് ആരും പിടിക്കപ്പെട്ടിരുന്നില്ല. എല്ലാവരും അവിടെ ഒത്തുകൂടി തലേദിവസത്തെ ഓരോരുത്തരുടെയും ഓട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ സണ്ണി തന്റെ അനുഭവം അവരോട് വിവരിച്ചു. ആ കുളത്തിൽ വീണതും കയ്യിൽ മുറിപ്പാടുള്ള ആൾ രക്ഷിച്ചതും അയാളുടെ വീട്ടിൽ പോയതുമെല്ലാം.
സണ്ണിയുടെ കഥ കേട്ടതും കൂട്ടുകാരുടെ മുഖത്തെ ചിരിമാഞ്ഞു. അവർ പരസ്പരം നോക്കി ഭയത്തോടെ വിളറിവെളുത്തു. സണ്ണി, നീ ഈ പറയുന്നത് സത്യമാണോ? നീ ഏതു കുളത്തിലാ വീണത്? ആ പാടത്തിന്റെ അറ്റത്തുള്ള ഒരു വലിയ കുളം, സണ്ണി പറഞ്ഞു. അത് അഗ്നികുളമാണ് സണ്ണി. നീ പറയുന്ന ആ വീട് വർഷങ്ങളായി ആരും താമസിക്കാതെ കാടുപിടിച്ചു കിടക്കുന്ന ഒരൊറ്റപ്പെട്ട വീടാണ്. കൂട്ടുകാരൻ വിറച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. നീ എന്തായി പറയുന്നത്? എന്നെ രക്ഷിച്ച ആളും അവിടുത്തെ ഒരമ്മയും മോളുമൊക്കെ എനിക്ക് വെള്ളം തന്നതാണല്ലോ. കൂട്ടുകാരൻ ആ പഴയ കഥ സണ്ണിക്ക് പറഞ്ഞുകൊടുത്തു. വർഷങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ ഒരു യുവാവും അവന്റെ വൃദ്ധയായ അമ്മയും താമസിച്ചിരുന്നു. കടുത്ത ഡിപ്രഷന് അടിമയായിരുന്ന ആ യുവാവ് പലതവണ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവന്റെ കൈയിലാകെ അതിന്റെ പാടുകളായിരുന്നു. പിന്നീട് ഒരു പെൺകുട്ടിയുമായി അവൻ പ്രണയത്തിലാവുകയും ജീവിതത്തിലേക്ക് തിരികെ വരാൻ തുടങ്ങുകയും ചെയ്തതാണ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അവന് ക്യാൻസർ രോഗം ബാധിച്ചു. ആ വിഷമത്തിൽ അവൻ ആ അഗ്നികുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആ വിയോഗം താങ്ങാനാവാതെ അവന്റെ കാമുകിയും പ്രായമായ അമ്മയും അതേ കുളത്തിൽ ചാടി ജീവനൊടുക്കി. കൂട്ടുകാരന്റെ വാക്കുകൾ കേട്ട് സണ്ണി തരിച്ചു നിന്നുപോയി. അങ്ങനെയെങ്കിൽ തലേദിവസം രാത്രി മരണത്തിന്റെ വക്കിൽ നിന്നും തന്നെ കൈപിടിച്ചുയർത്തിയത് ആരായിരുന്നു? തനിക്ക് കുടിക്കാൻ വെള്ളം തന്ന ആ അമ്മയും മകളും ആരായിരുന്നു? അഗ്നികുളത്തിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയ ആ 3 ആത്മാക്കൾ ഒരുപക്ഷെ സണ്ണിയുടെ ആയുസ് തീർന്നിട്ടില്ലാത്തതുകൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയതാവാം. കാഞ്ഞാണിയിലെ ആ രാത്രി സണ്ണിക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മയായി ഇന്നും അവശേഷിക്കുന്നു.